ഇന്നലെ ഞാനൊരു കഥ കേട്ടു. ഇന്നലെ രാത്രി എന്നോട് ഒരു കൂട്ട് വന്ന് പറയാണ് ഒരാളെ പറ്റി. അയാൾ AP ഉസ്താദിൻ്റെ ആളാണ്, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പള്ളി കമ്മിറ്റി മെമ്പറാണ്, കല്യാണം കഴിച്ചത് ഹിന്ദു സ്ത്രീയാണ്. പള്ളി കമ്മിറ്റി മെമ്പറാണ്. മെമ്പറോടെ സാധാരണ പിന്നെ കമ്മ്യൂണിസം മഹല്ലുകളിൽ കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് നമ്മൾ കാത്തു വെച്ചിട്ടുണ്ട്. നിരീശ്വരവാദം മുസ്ലിം ചെറുപ്പക്കാർ തന്നെ എന്തല്ല അന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, ഒന്നിക്ക് ആലിമാവാൻ കഴിയണം, അല്ലെങ്കിൽ മുതഅല്ലിമാവണം, അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്ന ആളാണ് മുസ്തമിഅൻ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആലിമുകളെ ഇഷ്ടപ്പെടുക, അതുപോലെ സ്ഥാപനത്തെ ഇഷ്ടപ്പെടുക, മുതഅല്ലിമീങ്ങളെ ഇഷ്ടപ്പെടുക, ഇതൊക്കെ തന്നെയാണ്. ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. അഞ്ചാമത്തെ ഒരു കൂട്ടം കൊണ്ടുപോകരുത്. മുന്നറിയിപ്പാണ്. അപകടം ഡേഞ്ചറാണ്. എന്താണ് അഞ്ചാമത്തെ കൂട്ടർ? ഇതൊക്കെ തള്ളിപ്പറയാം. എന്ത് വരികയാണ്, എന്ത് മാണിയൂർ, എന്ത് മജ്‌ലിസിനോട്, ഇതൊക്കെ തള്ളിപ്പറയുന്നൊരു ഭാഗം. അവസാനം പറഞ്ഞു ഇപ്പം അള്ളാനെ തന്നെ തള്ളിപ്പറയുന്നത്. ഈയിടെ മുസ്ലിം ചോദിച്ചു, പിന്നെ ഇവിടെ വയനാട്ടിലെ ദുരന്തത്തിൽ 10-60 ആൾ മരണപ്പെട്ടത്. ഇത്ര ക്രൂരനാണോ അള്ള എങ്ങനെ പിന്നെ ഈ മരണം ഉണ്ടാവുമോ? ഒത്തന്നെ ചോദിച്ചാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകനെ അടക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് മകനെ അടക്കാൻ പറഞ്ഞു ഉണ്ടാവും. ഇത്ര ക്രൂരൻ തന്നെയാണോ? മുസ്ലിമാ പറയുന്നത്. മുസ്ലിം അവരുടെ പേര് മുസ്ലിം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഈമാതിരി നടപടികൾ, ന്യൂനച്ചുതികൾ, ധാർമ്മിക സദാചാര തകർച്ചകൾ വ്യാപിച്ച കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ നിർത്താൻ പറ്റുന്ന ആലിമീങ്ങൾ, ജനസ്വാധീനമുള്ള ആലിമീങ്ങൾ അനിവാര്യമായ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ നമ്മോട് പ്രതികരിച്ചുകൊണ്ട്. അള്ളാഹു നമുക്ക് പകരം നല്ല ആലിമീങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാണ്. ആലിമീങ്ങൾ ജനസ്വാധീനമുള്ള ആലിമീങ്ങളെ നമുക്ക് പറ്റും. അവരെ അത്ഭുതങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആലിമീങ്ങളിൽ അത്ഭുതങ്ങൾ ആ പാരമ്പര്യത്തെ കൊണ്ട് അർത്ഥസൂക്ഷിക്കണം. ആലിമീങ്ങളിലൂടെ നമുക്ക് ലഭിച്ചതിൻ്റെ പാരമ്പര്യം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായ സാധിക്കുകയും സിദ്ദീഖികളുടെ കൂടെ പറയാൻ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഒരവസരം മഹാനായ കണ്ണിത്ത് ഉസ്താദ് ദർശ നടത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ബാങ്ക് വിളിച്ചു. ഇക്കാമൊക്കെ കൂട്ടിവെച്ച് കുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. നിസ്കാരം കഴിഞ്ഞ് ഇക്കാമത്ത് വിളിച്ചു. ഇമാമത്ത് എന്ന് കൈകെട്ടാൻ നോക്കുമ്പോൾ കണ്ണിത്ത് ഉസ്താദ് വന്ന് പിടിച്ച് ഇമാമെ എനിക്ക് പറഞ്ഞു തുടങ്ങില്ല. എന്താ കാര്യം? ഇത്താനികളെ മുഴുവൻ വിളിക്കൂ. ഇത്താനികളെ വിളിച്ചിട്ട് മൂപ്പര് പറയാൻ കണ്ണിന് പിഴച്ചുപോയി സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ കുട്ടികളോട് പറയാണ്, ഞാൻ ഇപ്പോൾ ദർസ് നടത്തുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതല്ല ശരി എന്ന് അല്ലാഹു തആല എനിക്ക് അറിവ് തന്നിട്ടുണ്ട്. അത് ശരിയല്ല, അത് പിഴവാണ്. ഇക്കാലം കഴിഞ്ഞിട്ട് കുട്ടികൾ പറഞ്ഞു ചോദിച്ചു, ഈ നാട്ടുകാരെ ഒന്നിനെ കണ്ണിന് പിഴച്ചു എന്ന് പറയണോ? നാടന്മാരൊക്കെ കേട്ടില്ലേ, കണ്ണിന് പിഴച്ചുപോയി. ഇസ്കാരം കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? മഹാനാ കണ്ടിട്ടുണ്ടാ പറഞ്ഞത്, ഇസ്കാരം കഴിയുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കും എന്നും എനിക്ക് എന്താണ് ഉറപ്പ്. അപ്പോൾ തെറ്റായൊരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഞാൻ മരിച്ചു പോയാൽ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ പിന്നിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനത്തിന് വേണ്ടി എന്ന ബോധമാണ് കണ്ടെത്തിക്കാൻ അങ്ങനെ പറയാൻ കാരണം. ഇത്ര വലിയ ആഗ്രഹങ്ങളാണ് നമുക്ക് മാർക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നു, അവർ വെട്ടിത്തെളിച്ച വഴിയുണ്ട്. ആ വഴി ചെറുതല്ല. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അവർ ദീർഘദൃഷ്ടിയുള്ള എന്ന് പറഞ്ഞാൽ കുട്ടിയകത്തുള്ള വസ്തുക്കളെ പോലെ കാണും ഞാൻ നിങ്ങളെ കണ്ടതെന്ന് പറയുന്നു. അതിൽ അതിനെപ്പറ്റി അവർ നമുക്ക് പറയാനില്ലേ? എന്നാൽ ഞാൻ പട്ടിക്കാട് ജാമ്യാനയിലെ അറബി കോളേജിൽ
ഷേഖുന ശംസുലമായി തങ്ങൾ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് അസറിന് ശേഷം ഇങ്ങനെ പുറത്തു വന്നിട്ട് പത്രം വായിക്കും, വൈകുന്നേരം പത്രം വായിക്കും. അതുവരെ ക്ലാസ് ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ കുളിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾ പോകുമ്പോൾ ഒരു കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചു. എൻ്റെ ഷെഹുന എഴുതിയിരുന്നു. ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ആ സോപ്പ് എനിക്ക് തരുമോ? ചെറിയൊരു സോപ്പ് കഷ്ടമുണ്ട്, സോപ്പിൻ്റെ പറ്റി സോപ്പൊന്ന് വേണം. ആ കുട്ടിയോട് ചോദിച്ചു, സോപ്പ് എനിക്ക് തരുമോ? ഷംസുലൊക്കെ ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഇത് ചെറുതല്ലേ, പേര് മാറ്റി പോയിട്ടുണ്ടല്ലോ, ഞാൻ പുതിയ സോപ്പ് തരാം ഉസ്താദിന്. ഞാൻ ഷെഹുന പറഞ്ഞു, മോനെ എനിക്ക് പുതിയ സോപ്പ് വേണ്ട, ഈ സോപ്പാണ് വേണ്ടത്. മോൻ ഉപയോഗിച്ച സോപ്പാണ്, വർക്കത്തിന് വേണ്ടിയാണ്. ആരാണ് കുട്ടിയെന്നറിയുന്നത്? പാണക്കാട് PFSA പൂക്കോയത്തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ മഹാനവകളാണ് ആ സോപ്പുമായി നമ്മൾ. ആ കുട്ടി ഉപയോഗിച്ച സോപ്പിൻ്റെ ബർക്കത്താണ് ശംസുൽ ഉപയോഗിച്ചത്. ആ സമയത്ത് തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഒരു കുട്ടിയോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടല്ലേ, നീ ഇവിടെ പഠിക്കണ്ട കേട്ടോ, നീ നിന്റെ പൊട്ടിയും പൊട്ടയൊക്കെ പോയിക്കോളി. പഠിക്കുന്നൊരു മുത്താലിമിനോട് ശേഖര പറയാണ്. അപ്പോൾ വലിയ ഉസ്താദന്മാർ പോയിട്ട് പറഞ്ഞു, ഉസ്താദെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, എന്തിനാ പുറത്താക്കുന്നത്? നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന് എനിക്കറിയാം, പക്ഷേ അവന് കുഫിരിയത്തുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ ഞാൻ കുഫിരിയത്ത് കാണുന്നു. അവൻ മുസ്ലിമാണ് അല്ലെങ്കിൽ മുനാഫിക്കാണെന്ന് നേരത്തെ പറയാണ് അവനെ ശത്രുത. കുറേ കാലം കഴിഞ്ഞാണ് ഈ കുട്ടിയെ നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനികളുടെ കൂടെ ഭാഗമായിട്ട് വന്നു. ഭാഗമല്ലെങ്കിലൊന്നില്ല, ആ കുട്ടിയാണ്. പ്രത്യക്ഷമായി വരുന്നതിന് മുമ്പ് തന്നെ ശേഖന പറഞ്ഞു, അവൻ പേച്ചുപോയവനാണ്. അങ്ങനെയുള്ള മഹാരഥന്മാരാണ് നമുക്ക് മാർഗദർശനം നടത്തിയത്. അതുകൊണ്ട് അത് പിഴച്ചു പോകില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ശിഷ്ടകാലഘട്ടം ഇത്ര കാലം ജീവിക്കുമെന്ന് പറയുകയില്ലല്ലോ. മരണത്തിന് വയസ്സിൻ്റെ കണക്കൊന്നുമില്ല. ചെറുപ്പത്തിൽ മരിക്കാം, വയസ്സായിട്ട് മരിക്കാം. അള്ളാഹുത്താല നമുക്കല്ല ആഗ്രഹത്തോടുകൂടി ദീർഘായുസ്സ് അനുഗ്രഹിക്കുവാനാണ്. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷകരമായി മരിക്കുന്ന സജ്ജനകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഭവിക്കുക. ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം അതിനുവേണ്ടിയായിരിക്കണം, പാരത്രിക വിജയത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടത്. ആ നിലക്ക് സമർപ്പിച്ച ഒരുപാട് മഹാരഥന്മാരായ ആധുനികർ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആധുനികരുടെ കൂട്ടത്തിൽ പെട്ട ഒരു മഹാനാണ് നമ്മുടെ പ്രിയപ്പെട്ട മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ നമ്മുടെയൊക്കെ വളരെ ബന്ധപ്പെട്ട ആളാണ്. ആ മഹാന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആ മഹാന്റെ കൂടെ അല്ലാഹു നമ്മുടെ സ്വർഗത്തിൽ വെച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാന് വേണ്ടി ഒരുമിച്ച് കൂടി ഈ സദസ്സിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.